ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ ആവുമ്പോൾ ഗംഗയും കൂട്ടരും താരയുടെ വീട്ടിൽ നിന്ന് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. രാധമ്മ റെഡിയായി ഹാളിൽ തന്നെ നിൽപ്പുണ്ട്. ഗംഗ ഒരു ബാഗുമായി വരുമ്പോഴേക്കും അങ്ങോട്ട് വന്ന വിനീത് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കേ. ഇതുകൂടിയുള്ളൂ എന്ന് അവൾ പറയുകയാ. അവൻ ആ ബാഗുമായി പോകുമ്പോഴേക്കും എവിടെയാണ് ഈ ബാക്കിയുള്ളവരൊക്കെ എന്ന് രാധമ്മ ചോദിക്കുന്നുണ്ട്. അവരിപ്പോ വരും അച്ഛമ്മയെന്ന് ഗംഗയും. ഒരുക്കമൊക്കെ മതിയെന്ന് പറ, എത്രയും പെട്ടെന്ന് പോണം, എനിക്കാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുവാ എന്നച്ചമ്മ പറയുമ്പോഴേക്കും ശാരദയും നിളയും കാവേരിയും റെഡിയായി അങ്ങോട്ട് വരികയാ. എന്തെടുക്കുകയായിരുന്നടി അവിടെ? ഇത്ര താമസമുണ്ടോ ഒന്ന് ഒരുങ്ങി ഇറങ്ങാൻ എന്നമ്മ ദേഷ്യത്തോടെ ചോദിക്കേ. എന്റെ പൊന്നമ്മ, അമ്മയ്ക്ക് സാരി മാറിയിട്ട് ഇങ്ങിറങ്ങി വന്നാ മതി. അതുപോലല്ല എനിക്ക്, ഞാനേ മാടിനെ തെളിച്ച് ഇറക്കണ പോലെ ഓരോന്നിനെയും ഒരുക്കി ഇറക്കണം ഇങ്ങോട്ട്. അതിനിടയ്ക്ക് എന്തെങ്കിലും സാധനം എടുക്കാൻ മറന്നിട്ടുണ്ടോന്നും നോക്കണം. പിന്നെ റൂമൊക്കെ അവര് തന്ന പോലെ തന്നെ ഭംഗിയായി അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ടോന്ന് നോക്കണ്ടേ. നല്ലോണം മുടി ചെയ്യുവാൻ പോലും നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ശാരദ തന്റെ മുടി റെഡിയാക്കുകയാ. അമ്മേ, ഒന്നും എടുക്കാൻ മറന്നിട്ടില്ലല്ലോ എന്ന് ഗംഗ ചോദിക്കേ. മറന്നിട്ടില്ല എന്നാ തോന്നണേ, പലവട്ടം നോക്കി, എന്നാലും എന്തോ എടുക്കാൻ മറന്ന പോലൊരു തോന്നല് എന്ന് അമ്മയും പറയുന്നുണ്ട്. അത് അമ്മയ്ക്ക് എപ്പോഴും ഉള്ളതാ എന്ന് കവരി പറയുമ്പോഴേക്കും വിനീത് അങ്ങോട്ട് വന്ന് കഴിഞ്ഞില്ലേ പോവാം എന്ന് ചോദിക്കുന്നു. ഇറങ്ങും മോനെ എന്ന് രാധമ്മ പറയുമ്പോഴേക്കും യമുനയെ കാണാഞ്ഞ് അവൾ വിളിക്കുന്നുണ്ട് ശാരദ. മുടി കെട്ടിക്കൊണ്ട് യമുന അങ്ങോട്ട് വന്ന് ഈ മുടി ഒന്ന് കെട്ടിക്കോട്ടെ അമ്മേ എന്ന് പറയേ. എടി, വീട് കാണാനാ പോകുന്നത്, അല്ലാതെ പെണ്ണ് കാണാനല്ല എന്നിവളെ വഴക്ക് പറയുന്നുണ്ട് രാധമ്മയും. അവരവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴേക്കും മോളെ താര എന്ന് ശാരദ ഗംഗയോടായി പറയുന്നുണ്ട്. അത് കേട്ട് യമുനയും അമ്മേ യാത്ര പറയാനൊന്നും നിൽക്കണ്ട, അവരങ്ങനെയല്ലല്ലോ നമ്മളോട് പെരുമാറിയത്, വാതില് ചാരിയിട്ട് നമുക്കങ്ങി ഇറങ്ങാം എന്നവൾ പറയാണ്ട് പോകുന്നത് മോശമല്ലേ മോളെ എന്നമ്മയും പറയുന്നുണ്ട്. അത് കേട്ട് ഗംഗയും മുകളിലേക്ക് നോക്കി താരയെ വിളിക്കുകയാ. താര സ്റ്റെയർ കേസിലേക്ക് ഇറങ്ങി വന്ന് എന്താ എന്ന് ചോദിക്കേ. ഞങ്ങൾ ഇറങ്ങുവാ എന്ന് ശാരദ പറയുകയാ. ഓ എന്ന് താര പറയേ. മോള് ചെയ്തു തന്ന എല്ലാ ഉപകാരത്തിനും നന്ദിയുണ്ടെന്ന് ശാരദ. ഞാൻ ഇവിടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, തനിച്ചല്ലേ ഉള്ളൂ, പോകുമ്പോ വാതിലൊന്ന് അടച്ചേക്ക് എന്ന് താര പറയുന്നതുകൾക്ക് എല്ലാവർക്കും വിഷമമാവുകയാ. ശാരദ വീണ്ടും വിഷമത്തോടെ അവളെ നോക്കി നിൽക്കുന്നത് കാണേ കാവേരി അമ്മയുടെ അരികിലേക്ക് വന്ന് അമ്മ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ അമ്മയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാ എല്ലാവരും. താരയും പുറകെ വിഷമത്തോടെ സിറ്റ് ഔട്ടിലേക്ക് വരുന്നുണ്ട്. വണ്ടിയുടെ അരികിലേക്ക് എത്തുമ്പോഴേക്കും യമുന അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാ ആ അഹങ്കാരിയോട് പറയാതെ പോവാന്ന്. അത് കേട്ട അമ്മയും ഡി അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, നമ്മുടെ മര്യാദ നമ്മൾ കാണിക്കണ്ടേ അല്ലേ അമ്മ എന്ന് ചോദിക്കേ. പിന്നെ അവളുടെ ചെകിടിനിട്ട് 2 കൊടുക്ക വേണ്ടത് എന്ന് രാധമ്മ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അവർ കാറിൽ കയറി പോകുമ്പോഴേക്കും സീറ്റോട്ടിലേക്ക് വന്ന താരയും അത് നോക്കി നിൽപ്പാ. അവൾ പെട്ടെന്ന് തന്നെ ജയപാലിനെ വിളിച്ച് ഹലോ, ഞാൻ ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്, ബാക്കി എന്താന്ന് വെച്ചാ ജയപാൽ അങ്കിൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് കോൾ വെക്കുകയാ. അവിടെ രാജേശ്വരി ടെൻഷനോടെ തന്റെ ഡൈനിങ് ഹാളിൽ ഇരിപ്പാ. പത്രവും വായിച്ച് ചായയും കുടിച്ച് സത്യനും അവിടെ ഇരിപ്പുണ്ട്. സത്യട്ടാ, ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് രാജേശ്വരി ടെൻഷനോടെ പറയേ. എന്ത് എന്ന് സത്യനും. ഈ യാത്ര എന്ന് രാജേശ്വരി പറയേ. അതെ പൊരിഞ്ഞ മഴയില്ലേ എന്ന് സത്യനും. മഴയോ എവിടെ എന്ന് രാജേശ്വരി ചോദിക്കേ. ഛത്തീസ്ഗഡിലെ എന്ന് സത്യട്ടൻ പറയുന്നവർക്ക് എന്റെ പൊന്നു സത്യട്ടാ, ദയവ് ചെയ്ത് ഛത്തീസ്ഗഡിന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് വാ, യാത്ര പോകുന്ന നമ്മുടെ മോന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് രാജേശ്വരി പറയുകയാ. അതെന്താ രാജേശ്വരി അങ്ങനെ പറയുന്നത്? നീ എല്ലാവനോട് പഠിക്കാൻ പൊക്കോളം പറഞ്ഞതെന്ന് സത്യേട്ടനും ചോദിക്കുക. എന്നാലും എനിക്കിപ്പോ അതിലെന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു എന്ന് രാജേശ്വരിയും. അപ്പോഴാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക് റെഡിയായി നിവിൻ അങ്ങോട്ട് വരുന്നത്. അവനെ കണ്ട് ഇത്ര പുലർച്ചെ പോണോടാ എന്നമ്മ ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ഡ്രൈവിംഗ് നല്ല സ്മൂത്ത് ആയിരിക്കും അമ്മ, ട്രാഫിക് കുറവല്ലേ എന്നവൻ പറയുന്നവൾക്ക്. പിന്നെ നീ കൊച്ചിക്ക് തന്നെയാണല്ലോ പോകുന്നത് എന്ന് അമ്മയും ചോദിക്കുക. എന്താ അമ്മേ? കൊച്ചിയിലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് സീറ്റ് റെഡിയാക്കി തന്നത് അച്ഛനല്ലേ, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നുള്ള പേടിയിലല്ലേ അത് ചെയ്തത് എന്ന് നിവിൻ ചോദിക്കേ. അപ്പൊ നീ തിരുവനന്തപുരത്തേക്ക് പോവില്ലല്ലോ അല്ലേ എന്ന് രാജേശ്വരിയും ചോദിക്കുക. അവിടെ എന്താ അമ്മയെന്ന് നിവിനും. ഒന്നും അറിയില്ലാന്ന് നടിക്കണ്ട, അവിടെയല്ലേ അവള് കാവേരിയും കുടുംബവും എന്നമ്മ അർത്ഥം വെച്ച് ചോദിക്കേ. കാവേരിക്ക് എന്നോട് പ്രണയമൊന്നും ഇല്ലമ്മേ, അതെന്റെ തെറ്റിദ്ധാരണ മാത്രമായിരുന്നു, അക്കാര്യം ഞങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ അവളുടെ പിന്നാലെ പോകുന്നത്? പോരെങ്കിൽ കർപ്പൂരം കത്തിച്ച് അമ്മേനെ കൊണ്ട് സത്യം ചെയ്യിച്ചതല്ലേ എന്ന് നിവിൻ പറയുന്നതിൽക്കെ. പോവാതിരിക്കുന്നതാ നിനക്ക് നല്ലതെന്ന് രാജേശ്വരിയും. അപ്പോഴേക്കും ആസിഫ് അങ്ങോട്ട് വന്ന് നിവിന്റെ ബാഗ് ചൂണ്ടിയിടാ, ഇതൊരെണ്ണമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അതേന്ന് അവൻ പറയേ. ആസിഫ് ആ ബാഗ് എടുത്ത് വണ്ടിയിൽ കൊണ്ടുവയ്ക്കാനായി പോവുകയാണ്. നിവിനും അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങുകയാ. രാജേശ്വരി ടെൻഷനോടെ നിൽക്കണ കണ്ട് എന്താ രാജി എന്ന് സത്യേട്ടൻ ചോദിക്കുന്നുണ്ട്. നിവിൻ ഒരുപാട് മാറിപ്പോയി സത്യേട്ടാ, അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സത്യേട്ടൻ അവന്റെ മുഖത്തെ സന്തോഷം ശ്രദ്ധിച്ചില്ലേ? മുമ്പ് അത് ഇങ്ങോട്ട് വരുമ്പോഴായിരുന്നു, ഇപ്പോഴത് ഇറങ്ങി പോകുമ്പോഴാ എന്ന് രാജേശ്വരി പറയുന്നുണ്ട്. ഇവിടെ നടന്ന സംഭവങ്ങളിലെല്ലാം സംഘർഷത്തിലായിരുന്നല്ലോ അവൻ, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന്റെ ഒരാശ്വാസം ഉണ്ടാവും എന്ന് സത്യേട്ടൻ പറയുന്നതുകൾക്ക്. അല്ല സത്യേട്ടാ, അവൻ എനിക്ക് നഷ്ടപ്പെടാൻ പോവുകയാണോ എന്നൊരു തോന്നൽ എന്ന് രാജേശ്വരിയും ടെൻഷനോടെ പറയുകയാ. കാവേരിയും കൂട്ടരും അപ്പോഴേക്കും ഗൗരി ശങ്കരത്തിലേക്ക് എത്തിയിരുന്നു. അവർ നരേന്റെ വീടിന് മുന്നിൽ കാർ നിർത്തി ഇറങ്ങുമ്പോഴേക്കും
ആ വീട് കണ്ട അമ്പരപ്പോടെ നോക്കുക എല്ലാവരും. ഇത്രയും വലിയ വീടോ എന്ന് നിള ചോദിക്കേ. എടി, ഇത് ഹൗസ് ഓണറുടെ വീടാ, നമ്മുടെ വീട് അതോ എന്ന് പറഞ്ഞ് ഔട്ട് ഹൗസിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക കാവേരി. അതോ, വീട് തീരെ ചെറുതായി പോയല്ലോ, കാണാനും ഭംഗിയില്ലെന്ന് യമുനയും പറയുന്നുണ്ട്. എടി, ഇത് വീടിന്റെ ഒരു വശമാ, മുന്നിൽ നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട് എന്ന് കാവേരി പറയേ. എന്നാലും എന്ന് യമുനയും. എടി, നമ്മൾ ഇവിടെ സുഖവാസത്തിന് വന്നതല്ല, നിളയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാ വന്നതെന്ന് കാവേരി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതെ, പെട്ടെന്ന് തന്നെ പുഷ്പവാടിക്ക് തിരിച്ചു പോണമെന്ന് വിനീതും പറയുകയാണ്. അതുകൾക്ക് ദേഷ്യത്തോടെ ഗംഗ അവരെ നോക്കി കണ്ണുരുട്ടുകയാണ്. കാവേരി അമ്മയെ താക്കോൽ വാങ്ങിക്കാനായി പറഞ്ഞയക്കുമ്പോഴേക്കും ശാരദ താക്കോൽ വാങ്ങിക്കാനായി പോവുകയാണ്. ശാരദ ചെന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും ഗായത്രി വന്ന് ഡോർ തുറന്ന് സിറ്റൗട്ടിലേക്ക് വന്ന് ആരാ എന്ന് ചോദിക്കുക. ഞാൻ ശാരദ, ഇവിടെ വാടകയ്ക്ക് വീട് നോക്കിയില്ലേ, അംബികമ്മ ഇല്ലെന്ന് ശാരദ ചോദിക്കുന്നുണ്ട്. ഉണ്ടെന്ന് അവൾ പറയെ. ഒന്ന് വിളിക്കാമോ എന്ന് ശാരദയും. മുറ്റത്ത് നിൽക്കുന്ന കാവേരിയും കൂട്ടരെയും ഒന്ന് നോക്കി ഗായത്രി അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ ലിവിംഗ് റൂമിലെ സോഫയെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക അംബികമ്മ. പാത്രവും നോക്കി രഘുനാഥും അടുത്തു തന്നെ ഇരിപ്പുണ്ട്. ഗായത്രി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ആരെ മോളേന്ന് അമ്മ ചോദിക്കുക. അവരാ ആ വീട് അന്വേഷിച്ചു വന്നവര്, താമസത്തിന് വന്ന പോലെയുണ്ട്, വീട്ടുകാര് മുഴുവനുള്ള ലക്ഷണമുണ്ടെന്ന് ഗായത്രി പറയുന്നത് കേൾക്കെ. നിനക്ക് അവരോട് പറഞ്ഞുകൂടായിരുന്നു ഇവിടെ വീട് വാടകയ്ക്കൊന്നും കൊടുക്കാനില്ലെന്ന് എന്ന് അംബികമ്മയും പറയുക. ഞാൻ പറയണോ എന്ന് ഗായത്രി ചോദിക്കേ. ആ, പറഞ്ഞു വിട്ടേക്കെന്ന് അംബികമ്മയും. അത് പറയാൻ ഗായത്രി പോവാൻ തുടങ്ങും നേരം രഘുനാഥും അവളെ തടഞ്ഞ് നിൽക്ക് അംബികെ, നീ തന്നെ ചെന്ന് അവരെ പറഞ്ഞുവിട് എന്ന് പറയേ ടെൻഷനോടെ ഇരിക്കുക അംബികമ്മയും. അവിടെ ജയപാലൻ അപ്പോഴേക്കും നരേന്റെ മൊബൈലിലേക്ക് വിളിക്കാൻ തുടങ്ങിയിരുന്നു. റൂമിൽ മൂടി പുതച്ചു കിടക്കുകയായിരുന്ന നരേനും മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് കൈനീട്ടി അത് ഓഫാക്കുകയാ. വീണ്ടും ജയപാലൻ വിളിക്കുമ്പോഴേക്കും നരേന കോളെടുത്ത് പറ എന്ന് പറയേ. ജയപാലനാ എന്ന് ജയപാലൻ പറയുന്നുണ്ട്. ആ ശരി എന്ന് പറഞ്ഞ് നരേൻ കോൾ കട്ട് ചെയ്യുക. അത് കണ്ട് ജയപാലൻ വീണ്ടും ദേഷ്യത്തോടെ നരേന്റെ മൊബൈലിലേക്ക് വിളിക്കുക. വീണ്ടും പുതച്ചു കിടന്നുറങ്ങുകയായിരുന്ന നരേൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് ആ പറഞ്ഞോ എന്ന് പറയേ. ജയപാലൻ തന്നെ എന്ന് ജയപാലനും. ആയിക്കോട്ടെ, ഇതല്ലേ കുറച്ചു നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആ കോൾ കട്ട് ചെയ്യുകയാണ്. അത് കണ്ട് ജയപാലനും ഓ അപ്പൊ കട്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും അവന്റെ മൊബൈലിലേക്ക് വിളിക്കുക. വീണ്ടും മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് എന്തൊരു കഷ്ട ഇത് എന്ന് പെരുപുറത്ത് ഉറക്കച്ചടവോടെ നരേൻ ആ കോൾ അറ്റൻഡ് ചെയ്ത് എന്നിട്ട് എന്ന് ചോദിക്കേ. നീ എന്തുവാടാ വിചാരിച്ചത് ജയപാലിനെ കുറിച്ച്? എടാ, നീ കുരങ്ങ് കളിപ്പിക്കുക എന്നെ എന്ന് ചോദിക്കേ. ആ, അങ്ങനെ പുതിയതെന്തേലും പറ എന്ന് നരേനും. എടാ, ജയപാലൻ എന്ന് കേട്ടാലേ പുഷ്പവാടിയിലൊക്കെ ആൾക്കാര് നിക്കറിൽ മുള്ളും, നിനക്കറിയോ അത് എന്ന് ജയപാലൻ ദേഷ്യത്തോടെ ചോദിക്കേ. നരേനും കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ഞാനിപ്പോ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ജയപാല എന്ന് പറയുന്നുണ്ട്. എടാ, നിനക്കൊരു എല്ല് കൂടുതലാണെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചതേ. ഇല്ലെങ്കിലേ ആ കിളവൻ രഘുനാഥിനെ വിളിച്ച് തീർപ്പാക്കാനുള്ള വിഷയമാ ഇത് എന്ന് ജയപാലൻ പറയുന്നവർക്ക് തനിക്കിപ്പോ എന്താ വേണ്ടേ എന്ന് നരേനും ചോദിക്കുക. എടാ, അങ്ങനെ മര്യാദയ്ക്ക് താഴോട്ടിറങ്ങി വാടാ. എനിക്കൊന്നും വേണമെന്ന് പറയാനല്ല ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചതേ, എന്നെ അങ്ങോട്ട് വരുത്തരുതെന്ന് പറയാനാ. എടാ, നിന്റെ വീടിന്റെ ഔട്ട് ഹൗസ് ഉണ്ടല്ലോ, അത് വാടകയ്ക്ക് കൊടുക്കാന്ന് കേട്ടോ എന്ന് ജയപാലൻ ചോദിക്കേ. എന്നാ താൻ കേട്ടത് ശരിയല്ല, ഇവിടെ വീടൊന്നും വാടകയ്ക്ക് കൊടുക്കാനില്ലെന്ന് നരേനും. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഇപ്പൊ വീടന്വേഷിച്ചേ ഒരു കൂട്ടർ വന്നിട്ടുണ്ടല്ലോ, ഒരു ശാരദയും മക്കളും. അവർക്കവിടെ താമസിക്കാൻ ഇടമില്ല, മനസ്സിലായോ എന്ന് ജയപാലൻ ഭീഷണിപ്പെടുത്തേ. നരേനും ഒരു ചിരിയോടെ അല്ല എനിക്ക് ശരിക്കങ്ങ് മനസ്സിലായില്ല, എന്താ പ്രശ്നം എന്നവൻ ചോദിക്കുന്നുണ്ട്. എടാ, പല കാര്യങ്ങളും ശരിക്കങ്ങോട്ട് മനസ്സിലാക്കാതിരിക്കുന്നതാ നല്ലത് മോനെ നരേന്ദ്ര. പിന്നെ എന്റെ വാക്ക് ധിക്കരിച്ച് ശാരദയ്ക്കും മക്കൾക്കും വീട് വിട്ടു കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ജയപാലൻ അങ്ങോട്ട് വരും. വന്ന ബുൾഡോസർ കയറി ഇറങ്ങിയതിനേക്കാളും കഷ്ടമായിരിക്കും. എടാ, ഔട്ട് ഹൗസ് മാത്രമല്ല നിന്റെ വീട്ടിൽ താമസിക്കുന്ന എല്ലാത്തിന്റെയും എല്ലൊടിയും ഈ തൃശൂർ പൂരത്തിനൊക്കെ അമിട്ട് പൊട്ടുന്ന പോലെയല്ലേ, മനസ്സിലായോടാ നിനക്ക് എന്ന് ജയപാലൻ ഭീഷണിയോടെ ചോദിക്കേ. ഇല്ല എന്ന് നരേനും പറയുന്നുണ്ട്. അത് കേട്ട് ജയപാലനും എന്ത് എന്ന് ചോദിക്കേ. ഇല്ലെന്നേ, ചേട്ടൻ പറയുന്നത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് നരേനും. എന്താന്ന് വെച്ചാലേ ഈ ബുൾഡോസർ കയറി ഇറങ്ങി എന്റെ വീട്ടിലുള്ളവരുടെ എല്ല് പൊട്ടുന്നതൊന്നും എനിക്ക് കാണണേ. ചേട്ടനിങ് വാ എന്ന് നരേൻ പറയുന്നത് കേൾക്കേ. എന്താ എന്ന് ജയപാലനും. നീ ഇങ്ങോട്ട് വാടാ ജയപാല, ബാക്കിയൊക്കെ നേരിട്ടെന്ന് പറഞ്ഞ് നരേൻ കോൾ കട്ട് ചെയ്യുകയാണ്. അവന്റെ ആ വെല്ലുവിളികൾക്ക് ജയപാലനും എന്തോ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. ജനലിലൂടെ മുറ്റത്ത് നിൽക്കുന്നവരെ ശ്രദ്ധിച്ച് രഘുനാഥും അംബികയോടായി പറയുന്നുണ്ട്. അംബികെ, എന്തായാലും അവർക്ക് വീട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, പിന്നെന്തിനാ നിർത്തി മുഷിപ്പിക്കുന്നത്, പറഞ്ഞു വിടവരെ. നരേന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ, അവനെ എങ്ങനെയാ തിരിച്ചു കൊണ്ടുവന്നതെന്ന് അറിയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും നരേൻ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ട്. സ്റ്റെയർ കേസ് ഇറങ്ങിക്കൊണ്ട് അവൻ വിളിക്കുക, മുത്തശ്ശി. അത് കേൾക്കെ അമ്പരപ്പോടെ അമ്പയും കൂട്ടരും തിരിഞ്ഞു നോക്കുക. താഴേക്കിറങ്ങിക്കൊണ്ടവൻ പറയുന്നുണ്ട്. ഔട്ട് ഹൗസിന്റെ താക്കോൽ എന്നോട് ചോദിച്ചതും അത് അടിച്ചു തുടച്ചിടാനാണെന്ന് എന്നോട് പറഞ്ഞതും നുണയായിരുന്നല്ലേ എന്നവൻ ചോദിക്കുന്നവൾക്ക് എല്ലാവരും തലകുനിച്ച് നിൽപ്പാ. അല്ല, ആരാണ് ഇതിന്റെ ഇടനിലക്കാരി, ഇളയമ്മയോ അതോ മുത്തശ്ശിയോ എന്നവരുടെ അരികിലേക്ക് വന്ന് നരേൻ ചോദിക്കുക.
അത് കേട്ട് മുത്തശ്ശിയും മോനെ മുത്തശ്ശിക്കൊരു തോന്നാൻ ബുദ്ധി തോന്നിയതാ, ഞാൻ അവരെ പറഞ്ഞു വിട്ടോളാമെന്ന് മുത്തശ്ശി പറയുകയാ. അത് കേട്ട് നരേനും എന്നാലേ അവരെ പറഞ്ഞു വിടുന്നില്ല എന്നവൻ പറയുന്നതുകൾക്ക് അമ്പരപ്പോടെ അവനെ നോക്കി നിൽക്കിയ മുത്തശ്ശിയും ഗായത്രിയും രഘുനാഥുമെല്ലാം. ഇനി അവർ ആ വീട്ടിൽ താമസിച്ചില്ലെങ്കിൽ ആ വിവരം അറിയാൻ പോകുന്നത് എന്ന് പറഞ്ഞവൻ ആ ഔട്ട് ഹൗസിന്റെ താക്കോൽ മുത്തശ്ശിയുടെ കയ്യിലേക്ക് വെച്ച് മുകളിലേക്ക് കയറി പോവുകയാ. മുത്തശ്ശിയും ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും ചിരിച്ചുകൊണ്ട് കൃഷ്ണ നീ എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്നുണ്ട്. താക്കോൽ കിട്ടിയ ശാരദയും കൂട്ടരും ആ ഔട്ട് ഹൗസിലേക്ക് കയറുകയാ. അങ്ങോട്ട് കയറി ചെന്ന് മുൻവശത്തേക്ക് നടക്കുന്നതിനിടയിൽ ഗംഗ എല്ലാവരോടുമായി പറയുന്നുണ്ട്, ഇത് എന്താ ഇത്? അവരുടെ പണം പൂട്ടിവെച്ചിരിക്കുന്ന സേഫിന്റെ താക്കോൽ എടുത്തു തരുന്നത് പോലെയല്ലേ വീടിന്റെ താക്കോൽ എടുത്തു തരുന്നതെന്ന്. അതെ അതെ, എന്താ താമസമെന്ന് യമുനയും. പണക്കാരുടെ ഒരു ജാട, അല്ലാതെ എന്താ എന്ന് ഗംഗയും. ആ അമ്മ ഒരു പാവാന്നേ എന്ന് ശാരദയും പറയുന്നുണ്ട്. അത് കേട്ട് കാവേരിയും ഇവര് പറയുന്നതിലും കാര്യമുണ്ടമ്മേ, അമ്പലത്തിൽ വെച്ച് കണ്ട ആളല്ല ഇവിടെ വരുമ്പോ. കഴിഞ്ഞ തവണയും ഈ ഗേറ്റിനുള്ളിൽ കയറിയപ്പോ അവരുടെ സ്വഭാവം മാറിയത് കണ്ടില്ലേ എന്ന് കാവേരി പറയുന്നതൊക്കെ അതെന്താടി കഴിഞ്ഞ തവണ എന്ന് ഗംഗേച്ചിയും ചോദിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, ഇപ്പൊ കണ്ടതുപോലെയൊക്കെ തന്നെ, അവരാരെയോ പേടിക്കുന്ന പോലെ എന്ന് കാവേരിയും. എങ്കിൽ പുലിയോ കടുവയോ ഒക്കെ പൂട്ടിയിട്ടുണ്ടാവും ഈ വീടിനുള്ളിൽ, അത് കൂട് തകർത്ത് വരുമോ എന്നുള്ള പേടിയായിരിക്കും അമ്മേ എന്ന് ചിരിയോടെ യമുനയും പറയുന്നുണ്ട്. അത് കേൾക്കെ ശാരദയും ചിരിയോടെ എന്തിനാടി ഈ പുലിയും കഴുതയും ഒക്കെ? നിന്നെ പോലുള്ള മക്കളെ പേടിച്ചാവും ഓരോ വീട്ടിലും കാരണവന്മാർ ജീവിക്കുന്നത് എന്ന് ശാരദയും പറയുകയാ. അത് കേട്ട് വിനീതും അല്ലെങ്കിലും സിറ്റിയിലൊക്കെ ഇങ്ങനെ തന്നെയാ, ആർക്കും ആരോടും വിശ്വാസമില്ല. അത് കേൾക്കെ ഗംഗയും പറയുന്നുണ്ട്, വിനീതേട്ടാ ഒന്നിറങ്ങിയതല്ലേ ഉള്ളൂ, ഒന്നിരുന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പുഷ്പവാടിക്ക് തിരിച്ചു പോകാമെന്ന്. ശാരദ ചിരിയോടെ സീറ്റ് ഔട്ടിലേക്ക് കയറി ചെന്ന് മുൻവശത്തെ ഡോർ തുറക്കുമ്പോഴേക്കും കാണുന്നത് അവിടെ ചേറിൽ വെട്ടുകത്തിയും പിടിച്ച് ദേഷ്യത്തോടെ നോക്കിയിരിക്കുന്ന ജയപാലിനെയാണ്. ഞെട്ടലോടെ ജയപാലിനെ നോക്കി നിൽക്കുന്ന ശാരദയും കൂട്ടരെയും കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.